തൃശൂരിൽ ടി.എൻ. പ്രതാപനെ ഒഴിവാക്കി കെ. മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധവുമായി ധീവരസഭ. തൃശൂർ തൃപ്രയാറിൽ ധീവരസഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ധീവര സമൂഹത്തെ അവഗണിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് സഭാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ടി.എൻ. പ്രതാപനെ ഒഴിവാക്കിയ കോൺഗ്രസ് നേതൃത്വം തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ധീവരസഭാ നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മറ്റ് സമുദായ സംഘടനകളെ പരിഗണിക്കുന്ന പാർട്ടികൾ ധീവര സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഈ അവഗണന ഇനിയും വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും ധീവരസഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി.വി. ജനാർദ്ദനൻ പറഞ്ഞു. സമുദായത്തിന് വേണ്ടി ഒരു സീറ്റ് നൽകി. നമ്മളെല്ലാവരും വളരെ സന്തോഷപൂർവ്വം ആ സീറ്റ് സ്വീകരിച്ചു. അതിനുവേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സമുദായത്തിന്റെ എല്ലാ പ്രയത്നങ്ങളും ഉണ്ടായി. എന്നാൽ ഇന്ന് അത് തന്നിട്ടുള്ള ഭരണകൂടങ്ങൾ, അത് തന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു, മറ്റ് സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ സമുദായത്തെ ബലിയാടാക്കാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റു സമുദായ സംഘടനകളെ പരിഗണിക്കുന്ന പാർട്ടികൾ ധീവര സമുദായത്തെ അവഗണിക്കുന്നത് ഇനിയും വെച്ചുപൊറുപ്പിക്കാനാവില്ലെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിലും നീതി നിഷേധത്തിലും പ്രതിഷേധിച്ച് അഖില കേരള ധീവരസഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൃപ്രയാറിൽ അവകാശ സംരക്ഷണ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തിയത്. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് കെ.വി. തമ്പി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 10 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനം ധീവര സമൂഹത്തിനുണ്ട്. ഈ സമൂഹത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അംഗീകരിക്കുന്നത് അവരെ സഹായിക്കുന്ന നിലപാടായിരിക്കും ധീവരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തൃശൂർ.